ജയിലർ എന്ന് പറയുന്ന സിനിമയുടെ വമ്പം വിജയത്തിന് ശേഷം ജയിലർ 2 അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായെത്തിയ ജയിലർ എന്ന് പറയുന്ന സിനിമ ഏകദേശം 500 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഏറ്റവും വലിയ തമിഴിന്റെ എക്കാലത്തും വലിയ വിജയങ്ങളൊന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നെൽസൺ ആയിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തപ്പോൾ മുതൽ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു ഈ സിനിമയ്ക്കായിട്ട്. മാത്യൂസ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും അഴിഞ്ഞാടി ചിത്രമായിരുന്നു ജയിലർ എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ രണ്ടാം ഭാഗത്തിന്റെ റിലീസ് ഡേറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രമോ പുറത്തു വരുമ്പോൾ മലയാളി താരങ്ങളാണ് പ്രമോയെ തിളങ്ങുന്നത്. ജയിലറിന്റെ ഒന്നാം ഭാഗത്തെ പ്രധാന വില്ലനായിട്ടുള്ള വിനായകന്റെ കഥാപാത്രത്തിന്റെ സംഭാഷണത്തിലൂടെയാണ് ടീസർ ആരംഭിക്കുന്നത്. ടീസറിലുടനീളം മലയാളി താരങ്ങളാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. ജയിലറിന്റെ രണ്ടാം ഭാഗത്തെ പ്രധാന വില്ലൻ വേഷം കൈകാര്യം ചെയ്ത് സുരാജ് വെഞ്ഞാറമൂട്, കോട്ടയം നസീർ, ഹക്കീം ഷാജഹാൻ തുടങ്ങിയവരോടൊപ്പം തന്നെ എസ് ജെ സൂര്യയാണ്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 15-നാണ് തിയേറ്ററിലോട്ട് എത്തുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ആദ്യ ഭാഗം വൻ വിജയമായിട്ട് മാറിയ സാഹചര്യത്തിൽ രണ്ടാം ഭാഗത്തിൽ ലാലേട്ടനും ശിവരാജ് കുമാറും രമ്യ കൃഷ്ണനും തുടങ്ങി വമ്പൻ താരനിര തന്നെ ചിത്രത്തിനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അനിരുദ്ധ് ആയിരുന്നു ആദ്യ ഭാഗത്തിന് മ്യൂസിക് ഒരുക്കിയിട്ടുണ്ടായത്. രണ്ടാം ഭാഗം അനിരുദ്ധ് തന്നെയാണ് മ്യൂസിക് ഒരുക്കിയിട്ടുണ്ടായത്. ആദ്യ ഭാഗത്തിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന BGM തന്നെയാണ് ചിത്രത്തിനായിട്ട് അനിരുദ്ധ് ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരുപാട് സവിശേഷതകളുമായിട്ട് എത്തുന്ന ചിത്രം ഈ ഒരു ഒക്ടോബർ 15-ന് ദീപാവലി റിലീസായിട്ടാണ് തിയേറ്ററിലോട്ട് എത്തുന്നത്. ഈ ഒരു ചിത്രത്തിന് ക്ലാഷ് വെക്കുകയാണ് ധനുഷ് മമ്മൂട്ടി കൂട്ടുകളിൽ ഒന്നിക്കുന്ന ഓം എന്ന് പറയുന്ന സിനിമയും. അമരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രാജ്കുമാർ പെരിയസ്വാമി അണിയിച്ചെടുക്കുന്ന ചിത്രമാണ് ഓം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് കാത്തിരിക്കുക, ആരായിരിക്കും ദീപാവലി വിന്നറായിട്ട് മാറുന്നതെന്നറിയാൻ വേണ്ടി. അപ്പം ജയിലർ 2 എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.